നിങ്ങൾക്ക് എരുന്ത് ഇഷ്ടമാണോ? അതായത് കക്ക. ഞങ്ങൾ കോഴിക്കോട്ടുകാർ എരുന്തെന്ന് പറയും. എരുന്ത് വരട്ടിയതിൻ്റെ ഒരു റെസിപ്പി ആട്ടോ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. തോടോട് കൂടിയിട്ടുള്ള എരുന്താണേ. അതിവിടെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. തേങ്ങ, ഒരു അരമുറി തേങ്ങ ഞാൻ ചെറിയ മാറ്റി വെച്ചിട്ടുണ്ട്. അരമുറി മതി കേട്ടോ, അത് എരുന്തിൻ്റെ അളവിനനുസരിച്ചിരിക്കും. പിന്നെ വേണ്ടത് ഒരു സവാള, ഒരു തക്കാളി, ഇത്രയും മതി. അത് നമുക്ക് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. ചെറിയ ചെറിയ കുനുകുനാന്ന് അരിഞ്ഞ് വെക്കണമെന്നില്ല, നൈസായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഈ എരുന്ത്, അതായത് തോടോട് കൂടിയാണ്ട് നല്ലതുപോലെ വാഷ് ചെയ്യണം കേട്ടോ. പച്ചവെള്ളത്തിൽ നല്ലതുപോലെ 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കാം. കല്ലുപ്പിട്ടിട്ട് ഉരച്ചിട്ടോ അങ്ങനെയൊക്കെ ആക്കുക വേണമെങ്കിൽ. ഇനി അതിൽ മാത്രം ചേറൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ അധികം നേരം എനിക്ക് അതിൻ്റെ മുകളിൽ മല്ലപ്പെടുത്താൻ വേണ്ടി വരുന്നില്ല. ഞാനൊരു 4-5 പ്രാവശ്യം അത് കഴുകിയെടുത്തു കേട്ടോ. നല്ലതുപോലെ കഴുകി ഇങ്ങനെ നല്ലതുപോലെ കൈ കൊണ്ട് ഞെരടിയിട്ട്. അപ്പോൾ അതിൽ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തെളിഞ്ഞ് കാണത്തില്ലല്ലോ. എൻ്റെ വെള്ളം വേഗം തന്നെ തെളിഞ്ഞ് കണ്ടിട്ടുണ്ടായിനെ. അതായത് അതിൽ ഒരുപാട് ചേറൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അയ്യേ തോടോട് കൂടിയാണോ കറി വെക്കുന്നതിനുള്ള വേസ്റ്റ്, അതായത് നിങ്ങൾ കറുത്ത കാണും, അതൊക്കെ കളയണ്ടേ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ കോഴിക്കോട്ടിൽ ഞങ്ങൾ ഇങ്ങനെ തോടോട് കൂടിയിട്ടും അല്ലാണ്ടെയും ഒക്കെ കറി വെക്കും. കൂടുതലായിട്ട് ടേസ്റ്റ് ഉള്ളത് ഇങ്ങനെയാണ്. അത് ഒരുപാട് വേസ്റ്റുള്ള സംഭവമൊന്നുമല്ല. നമ്മളെ കടിക്കൊക്കെ ആണെങ്കിൽ തോട് പൊളിച്ചിട്ട് അതിൽ കാട്ടൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ. അതിന് മാത്രമുള്ള കാട്ടൊന്നും ഉണ്ടാവത്തില്ല, അതായത് വേസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ടേസ്റ്റാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയവർക്ക് അറിയാം. അല്ലാത്തവരാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഒരുപാട് ഹൈജീനിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയും. ഞങ്ങളും ഇതേപോലെയൊക്കെ കരുതിയവരാണ്. പക്ഷേ അത് ഒരു ഇഷ്യൂ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അങ്ങ് കഴുകി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത്, ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണേ അരച്ച് വെക്കാൻ ജസ്റ്റ് ഒരു പാത്രം നോക്കിയിട്ട് എടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ നേരത്തെ വെച്ച അതായത് സവാളയും തക്കാളിയും ഉണ്ടല്ലോ, അത് നല്ലതുപോലെ എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് നല്ലതുപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച എരുന്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം എരുന്നിട്ട് കൊടുത്തിട്ട് കുക്കർ ഞാൻ അടപ്പ് മൂടി വെക്കുന്നേ ഉള്ളൂ ജസ്റ്റ്, അല്ലാണ്ട് വിസിൽ വരുന്ന രീതിക്ക് വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് തൊള്ള തുറന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രം വെക്കുകയാണേ. എന്നിട്ടാ ഇടയ്ക്ക് ആ തൊള്ളയൊക്കെ തുറന്ന് വന്ന സമയത്ത് നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, പിന്നെ നേരത്തെ മാറ്റി വെച്ച തേങ്ങ, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ്. ആ മിക്സിംഗ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എല്ലാ ഭാഗത്തും എല്ലാ മസാല എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ആഡ് ചെയ്ത് ഈ എരുന്തിൽ നിന്നും വന്ന വെള്ളം മാത്രമാണ് ഈ കാണുന്നത്. അത് കുറുകി വരണം, അതാണ് ഇതിൻ്റെ രുചി. അപ്പോൾ അതുപോലെ നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിം ഇട്ടോളൂ കേട്ടോ. അത് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എരുന്ത് സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കണേ. അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കിടുക്കാച്ചി രുചിയാണ് മക്കളെ.